വേട്ടമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സമരത്തിന് വിജയം. കമ്പനിക്ക് 2028 വരെ നൽകിയിരിക്കുന്ന അനുമതിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റദ്ദാക്കിയത്. ജനകീയ സമരത്തിന്റെ വിജയാഹ്ലാദ യോഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വേട്ടാമ്പാറ എന്ന മലയോര കാർഷിക ഗ്രാമത്തിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഡീൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ഹോട്ട് മിക്സിംഗ് പ്ലാന്റിന്റെ അനുമതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റദ്ദാക്കിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വേട്ടാമ്പാറയിൽ പൗരസമിതി യോഗം ചേർന്നു. 17 മാസം മുൻപ് വേട്ടാമ്പാറയിൽ ഒരു ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനത്തിന് തയ്യാറായി ട്രയൽ റൺ നടത്തിയപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. കൃത്യമായ നിയമം പാലിക്കാതെ KSWFT വഴി അനുമതി വാങ്ങുകയും പ്രവർത്തനം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രദേശവാസികൾ പലരും പ്ലാന്റിൽ നിന്നും പുറത്തുവന്ന പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. കേരള PCB നിയമവും GSRE എന്ന കേന്ദ്ര നിയമവും ലംഘിച്ചാണ് ഇതിവിടെ സ്ഥാപിച്ചത്. തുടർന്ന് 2024 ജനുവരിയിൽ ഈ പ്ലാന്റിനെതിരെ വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയും നിയമപരമായും അല്ലാതെയും പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതിനോടകം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊരു നാടിന്റെ അതിജീവനത്തിനും തലമുറയുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടമായി ജനങ്ങൾ കണ്ടു. തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചത്. ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ നിയമപരമായ പോരാട്ടങ്ങൾ മറ്റൊരു വശത്തുകൂടി നടന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2028 വരെ നൽകിയ ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് ഉത്തരവായി. ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെയുള്ള ജനകീയ സമരത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തുന്നതിനും പിന്തുണച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനുമായിട്ടാണ് വേട്ടാമ്പാറയിൽ യോഗം ചേർന്നത്. പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സഹകരണത്തോടെ ചെയ്തു. പുള്ളിയോടും ആവശ്യപ്പെട്ടു. എന്നാൽ അവസാനത്തെ മീറ്റിംഗ് നമ്മൾ അവിടെ വെച്ച് നടത്തിയ അവസരത്തിൽ ഞാൻ പറയും, എന്റെ ഷാനവാസ എന്തിനാ ഈ പോക്കോളിലൂടെ ഉള്ളത്? അത് കുറച്ചൊന്ന് അഴിച്ചിട്ടിട്ട് നീ അങ്ങ് പോകുമ്പോൾ പെരുമാറുള്ള പേപ്പറും കൊടുത്തിട്ട് പോയപ്പാര് ഇന്ന് തന്നെ ചെയ്യുമെന്ന് പറയും. അത് അന്ന് തന്നെ ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ടെൻഷൻ ഒന്ന് ഓർത്ത് നോക്കി. ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ടുവന്നിട്ട് എത്രയോ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ എത്രയോ വ്യവസായികള് അവർ ആത്മഹത്യ ചെയ്തവരുണ്ട്. പണികൾ നടക്കാതെ വന്ന് നിരാശപ്പെട്ടു പോയപ്പോൾ അങ്ങനെയുള്ളൊരു പേടി എനിക്കുണ്ടായി. അപ്പൊ ആ പേടി ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും ശത്രുക്കളായിട്ട് കാണണ്ട. ഈ ഷാനവാസും അന്നേ ദിവസം ആ പേപ്പർ എഴുതി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇനിയും നമ്മൾ ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യേണ്ടവരായിരുന്നു. അതായത് നമ്മളൊരു 90% വർക്ക് ചെയ്താലും 10% അദ്ദേഹം കൂടി കോഓപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ പണി പൂർണ്ണമായിട്ടും ഇത് പിൻവലിക്കാൻ വേണ്ടി സാധിച്ചത്. പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. KA ജോസഫ്, ജോസ് KU, ചന്ദ്രൻ EK, ജോൺസൺ കറുകപ്പിള്ളിൽ, KK മൈക്കിൾ, ജോമി മൈക്കിൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. അവസാനം നമ്മളിപ്പോ 17 മാസം കഴിഞ്ഞപ്പോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സമരം ചെയ്തത്? നമ്മുടെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ ജീവന് വേണ്ടിയിട്ട്. പലരും ശ്വാസം മുട്ടൊക്കെ ആയ സമയത്ത് ഇപ്പൊ ഇവിടെ സിബി ചേച്ചി ഇരിക്കുന്നുണ്ട്. ഏറ്റവും അവസാന സമയം നമ്മളൊരു സമരം നടത്തിയത് സിബി ചേച്ചി എന്നെ വിളിച്ചു പറയാണ്, സോവി ഇവിടെ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല, എന്നാ ചെയ്യണേ? ചേച്ചി ഞാൻ ഇപ്പൊ തന്നെ വന്നു. അങ്ങനെ വന്ന് ഞാൻ വേട്ടാമ്പാറ കവലയിൽ വന്ന് അപ്പൊ ഇവിടെ ഒരു 3-4 പേരുണ്ട്. ഞാനപ്പം തന്നെ ടോൾ ഫ്രീ നമ്പറിൽ പോലീസിൽ വിളിച്ചു. പോലീസ് ഇവിടെ വന്നു. പോലീസ് വിളിച്ചു വന്നപ്പോ അവര് പറയാണ്, ഞങ്ങള് നിസ്സഹായരാണ്. നമ്മള് യോജിച്ച് പ്രവർത്തിച്ചാൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങളാണോ? നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി കൂട്ടായ്മയോടുകൂടി യോജിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. അതിന് ശക്തി തരുന്നത് സർവശക്തനായ ദൈവമാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് കൂടെ നിൽക്കുവാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ സെക്രട്ടറി മറ്റു ഉദ്യോഗസ്ഥരും പറയുന്നത്, മെമ്പർ എന്തിനാ ഇതിന്റെ പുറകെ നിൽക്കുന്നത്? എത്ര ലക്ഷം രൂപയാണ് കവളങ്ങാട് ടാർ മിക്സിംഗ് പ്ലാന്റിന് അവർ ചെലവാക്കിയത് മെമ്പർക്ക് അറിയോ? ഇതിന്റെ പിന്നിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. കാശ് പോകുന്നല്ലാതെ അവര് നല്ല ശക്തരാണ്. അവിടെ നമ്മൾ തോറ്റു പോകുള്ളൂ. ആ ആശങ്കയെല്ലാം ഇവിടെ ഒന്ന് പറയുമ്പോൾ ഇവര് പറയാറ് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മനുഷ്യന് ജീവന് ഹാനികരമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ആരംഭിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പ്ലാന്റ് നിർത്തലാക്കിയതിന്റെ സന്തോഷ സൂചകമായി യോഗത്തിൽ മധുരം പങ്കുവച്ചു. കേസുകളൊക്കെ അവിടെ കിടക്കുവാണ്. അപ്പൊ അതാണ് എനിക്ക് ഈ ഭാഗം മുഴുവൻ തീർന്നില്ല എന്നൊരു തോന്നല്. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ ജോസിയേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഞാനിപ്പോ ഇതിന്റെ പിതൃത്വമൊന്നും ഞാൻ കയറി ഏറ്റെടുത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ എല്ലാ സമരത്തിനും നമ്മൾ ഇതിന് മുന്നിലുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഇനിയാണെങ്കിലും ഇതിന്റെ പരിപൂർണതയിൽ എത്തുന്നവരെ ഞാൻ ഇതിന്റെ ഒപ്പം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി
ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.